നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കരുത്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം നാശത്തിലേക്ക് കൊണ്ടുചെല്ലരുത്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, നശിപ്പിച്ചു കളയരുത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യന്റെ ശരീരം അതിൽ ഉൾപ്പെടുന്നതാണ്, അവന്റെ ആത്മാവും അവന്റെ ജീവനും എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒന്നിനെയും നാശത്തിൽ അകപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു വസ്ത്രം നൽകി. എന്തെല്ലാം ഉപയോഗങ്ങളാണ് അതുകൊണ്ടുള്ളത്? തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ ലഭിക്കാൻ. കാരണം തണുപ്പ് നമ്മുടെ ശരീരത്തിന് നമുക്ക് അത് അനുഭവിക്കുക എന്നത് പ്രയാസമാണ്. ചൂടും അങ്ങനെ തന്നെയാണ്. രണ്ടിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണം. നമ്മുടെ തൊലികൾക്ക് സുരക്ഷിതത്വം വേണം. അതിൽ മാലിന്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു, നഖം വെട്ടണം, മുടികൾ മുറിക്കണം, ശരീരത്തിൽ വൃത്തിയുണ്ടാകണം, വുളു ചെയ്യണം, കുളിക്കേണ്ടപ്പോൾ കുളിക്കണം, ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കാൻ പറഞ്ഞു, അപകടങ്ങളില്ലാതിരിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മോശമായ ഭക്ഷണം കഴിച്ച്, അതേപോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് അകപ്പെടുത്താൻ പാടില്ല. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിലുള്ള നല്ല ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഹലാലായതായിരിക്കണം, അതേപോലെ തന്നെ ത്വയ്യിബായിരിക്കണം, നല്ലതായിരിക്കണം. നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആത്മാവിനോട് പറഞ്ഞു, നിങ്ങൾ തൗഹീദ് സ്വീകരിക്കുന്നവരാകണം, ഈമാനുള്ളവരാകണം. ശിർക്കിനെയും കുഫറിനെയും ബിദ്അത്തുകളെയും നിങ്ങൾ കൈയൊഴിയണം. ആത്മീയ രംഗത്തുള്ള പരിശുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ ആത്മാവിനെ, ശരീരത്തെ, തൊലിയെ, എല്ലാറ്റിനെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു. അതേപോലെ തന്നെ മനുഷ്യന്റെ ചിന്താശേഷിയാണ് അവനെ യഥാർത്ഥത്തിൽ എല്ലാ നന്മയിലേക്കും നയിക്കുന്നത്. ചിന്താശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ധാർമ്മികമായ ബോധം അവന് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഭ്രാന്തനായ ഒരാൾക്ക്, മജ്നൂനായ ഒരാൾക്ക് ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല. ഭ്രാന്തനായ ഒരാൾക്ക് ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല. കാരണം ബുദ്ധിയാണ് മനുഷ്യനെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവനാക്കി തീർക്കുന്നത്, ധാർമ്മിക ബോധമുള്ളവനാക്കി തീർക്കുന്നത് ബുദ്ധിയാണ്. എന്നാൽ ആ ബുദ്ധി ഉണ്ടായിരിക്കെ തന്നെ ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ ഏർപ്പെട്ടാലോ അത് ഇസ്ലാം ഗുരുതരമായ പാപമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രശ്നം വെച്ചു നോക്കലും പ്രതിഷ്ഠകളും എല്ലാം തന്നെ പിശാചിന്റെ പ്രവർത്തനങ്ങളാകുന്നു, അവന്റെ മ്ലേച്ഛവൃത്തികളിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണം. കാരണം ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കണം, നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കണം, അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സിനെ തടയുകയും വേണം. ഇങ്ങനെ മനസ്സിനെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടഞ്ഞ് താന്തോന്നികളായി, തോന്നിവാസികളായി ജീവിക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മദ്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, കുല്ലു മസ്കരിൻ ഹറാമുൻ, ലഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാണ്, നിഷിദ്ധമാണ്. കാരണം എന്താണ്? മസ്കർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ്. ബുദ്ധിയുള്ള ഒരാളുടെ ബുദ്ധിയെ താൽക്കാലികമായി മറച്ചു കളയുന്നതാണ് ലഹരി. അതിന് നിരന്തരമായി ഒരാൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് അവൻ്റെതായ എല്ലാ ബുദ്ധിയും നഷ്ടപ്പെടും, എല്ലാ ധാർമ്മിക ബോധവും അവന് നഷ്ടപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും ഉമ്മയാണ് മദ്യം, ലഹരി. കാരണം അത് ധാർമ്മിക ചിന്തയിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ശക്തമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം അത് നിങ്ങളുടെ ചിന്തയെ നശിപ്പിക്കും. ചിന്തയെ നശിപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കില്ല, നിങ്ങളുടെ ആത്മാവിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ചും ചിന്തിക്കില്ല. അതാണ് ഖംറിലുള്ള, ലഹരിയിലുള്ള ഏറ്റവും വലിയ അപകടം.
ലഹരിയിലുള്ള ഏറ്റവും വലിയ അപകടം അത് ആത്മീയ രംഗവും പരാജയപ്പെടുത്തും, നിങ്ങളുടെ ശരീരത്തെയും പരാജയപ്പെടുത്തും. നിങ്ങൾക്ക് അപകടമുണ്ടാകുന്ന ഒന്നിനെ സംബന്ധിച്ചും ചിന്തിക്കാത്ത കേവലമായ ഒരു നിർജീവ വസ്തു പോലെ, ആത്മാവ് മരിച്ച ഒരു വസ്തുവായി മനുഷ്യൻ മാറുന്നതാണ് ഖംർ. അതുകൊണ്ട് വളരെ ശക്തമായി ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കെടുതികളിൽ ഏറ്റവും വലിയ കെടുതി എന്നത് ലഹരി പദാർത്ഥങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ്.